Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to the show. ഞാൻ ആഷിഖ് ജോയ്. So as usual, let us begin with the prayer. The nostra quis in chalis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. കരുണയുടെ അവസാന മണിക്കൂർ, ദ ലാസ്റ്റ് അവർ ഓഫ് മേഴ്സി എന്ന് പറയുന്ന ഒരു സ്വകാര്യ വെളിപാടിലെ സന്ദേശങ്ങളടങ്ങിയ പുസ്തകമാണിത്. കരുണയുടെ അവസാന മണിക്കൂർ, ദ ലാസ്റ്റ് അവർ ഓഫ് മേഴ്സി. ഈ പുസ്തകം ഈ വർഷമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇതിന് മേഘാലയയിലെ ഷില്ലോങ് ആർച്ച് ബിഷപ്പിൻ്റെ ഇംപ്രിമേത്തൂറുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ്, ധൈര്യമായിട്ട് പ്രചരിപ്പിക്കാൻ പറ്റുന്ന പുസ്തകമാണ്. ഇംപ്രിമേത്തൂർ ഉണ്ടെങ്കിൽ ഇതിൽ വിശ്വാസപരമായിട്ടുള്ള യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആർച്ച് ബിഷപ്പിൻ്റെ പേര് മോസ്റ്റ് റെവറൻഡ് വിക്ടർ എന്നാണ്. ഇപ്പോൾ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ 2025 മാർച്ച് 25. ആരാണ് വിഷണറി? ഈ ദർശനം ലഭിച്ച വ്യക്തി ആരാണ്? മേഘാലയക്കാരിയായിട്ടുള്ള ഷില്ലോങ്കാരിയായിട്ടുള്ള സിസ്റ്റർ ജിങ്സ്കൂർ കോക്ലാഡ്. പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പുസ്തകത്തിൽ ഇംഗ്ലീഷിലാണ് ഉള്ളത്, മലയാളത്തിലല്ല ആ കുട്ടിയുടെ പേരുള്ളത്. അപ്പോൾ ഈ പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. മലയാള പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ കുട്ടി ഷില്ലോങ്ങിലുള്ളൊരു കുട്ടിയാണ്. അവരുടെ ഭാഷയിലാണ് ഈ മെസ്സേജസ് ഈശോ കൊടുത്തത്. അത് പിന്നീട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, പിന്നീട് അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ വളരെ അർജൻറ്റ്, വളരെ എമർജൻസി ആയിട്ടുള്ള സന്ദേശങ്ങളുള്ള പുസ്തകമാണിത്. ഇത് നിങ്ങൾ കഴിയുന്നതും വാങ്ങിക്കണം. അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം. പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന അത്ര വൈദികർക്ക് നിങ്ങളിത് കൊടുക്കണം. നിങ്ങൾക്കറിയുന്ന വൈദികർക്കും ബിഷപ്പുമാർക്ക് നിങ്ങളിത് കൊടുക്കണം. അത്രമാത്രം വൈദികരെയും ബിഷപ്പുമാരെയും ബാധിക്കുന്ന സംഭവങ്ങളാണ് ഈ സന്ദേശത്തിലുള്ളത്. അതുപോലെ സാധാരണ അൽമായരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഞാൻ പറഞ്ഞു ഇംപ്രിമേത്തൂറുണ്ട്, അതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലെ സംശയത്തിനും ഇടയില്ല. അപ്പോൾ സിസ്റ്റർ ജിങ്സൂർ കോക്ലാൻഡ്, ഞാൻ ഈ സിസ്റ്ററിനെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ലെങ്കിലും ഈ കുട്ടിയുടെ, ഈ സിസ്റ്ററിൻ്റെ സഹോദരിയെ എനിക്കറിയാം. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപും കൂടെ ഞാൻ അവരെ കണ്ടിട്ടേ ഉള്ളൂ. ഈ ദർശനം ലഭിച്ച കുട്ടി കേരളത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ കുട്ടി ഒരു ജെന്യൂനാണ്, അതായത് ചുമ്മാ ഇല്ലാത്ത ഒരാളല്ല, യഥാർത്ഥത്തിലുള്ള വ്യക്തിയാണ്. ഈ സിസ്റ്ററിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദർശകയെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു വിക്ടിം സോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മാസങ്ങളായിട്ട് പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മാതാവ് നരകമൊക്കെ, ഈശോ നരകമൊക്കെ ഈ കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫാദർ ഇൻ ലോ ഈ കുട്ടിയെ നേരിട്ട് കണ്ടതും കൂടിയാണ്. അപ്പോൾ നമ്മുടെ കോവിഡ് കാലം മുതൽ 2024 വരെ, കഴിഞ്ഞ വർഷം വരെ ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഉള്ളടക്കം ഈശോയുടെ 2ാം വരവ് മാത്രമാണ്. അതായത് 2ാം വരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ബാക്കിയുള്ള നമ്മുടെ ആത്മീയ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഈശോ പറയുന്നത്. എങ്ങനെ നമ്മൾ സഹോദരങ്ങളോട് വെറുപ്പ് വെക്കാതെ നമ്മൾ ജീവിക്കണം, എങ്ങനെ നമ്മൾ അന്യരെ സ്നേഹിക്കണം, നമ്മളെങ്ങനെ സഭയുടെ കൂടെ നിൽക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സന്ദേശങ്ങളുള്ളത്. യുഗാന്ത്യ സമയത്ത് നമ്മളെങ്ങനെ ഒരുങ്ങണം, നമ്മൾ എന്തൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ ജസ്റ്റ് ഒരു സന്ദേശം വായിക്കാം. ഈശോ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും, അതായത് സന്ദേശം 3 അന്ത്യവിധി എന്നാണ് ഹെഡിങ്. ഈശോ പറയുകയാണ്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനായി ദൈവം ഉപവിഷ്ടനാകുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാലില്ലെങ്കിലും നിങ്ങൾ എന്നെയും ദൈവത്തെയും കാണാനിരിക്കുന്നു. മഹത്തായ ശുഭ്രസിംഹാസനത്തിൽ വിധി നടത്താനായി ഇരിക്കുന്നവൻ ഞാൻ തന്നെയാണ്. ഈശോ പറയാണ്, വൺ ഡേ യു നീഡ് ടു ഫേസ് മീ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും സാക്ഷാൽ യേശു ക്രിസ്തുവിനെ നമ്മൾ മുഖാമുഖം കണ്ട് സകല കാര്യങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. അതായത് വ്യർത്ഥവാക്കിന് പോലും കണക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തുമാത്രം സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് 3ാമത്തെ സന്ദേശത്തിൽ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്, ഈ പറയുന്ന വ്യക്തികൾ വിധിക്കപ്പെടും. അപ്പോൾ 1, 2, 3, 4, 5
5 പോയിന്റ്സ് ഈശോ പറയുന്നുണ്ട്. ഈ പറയുന്ന വ്യക്തികൾ ഉറപ്പായിട്ടും വിധിക്കപ്പെടും എന്ന് ഈശോ പറയുകയാണ്. 1, ദൈവത്തെ പരിഹസിക്കുന്ന അനുതപിക്കാത്ത പാപി വിധിക്കപ്പെടും. 2, സ്വയം നീതിമാന്മാരെന്ന് കരുതുന്നവർ, തങ്ങൾ എല്ലാ കാര്യത്തിലും നല്ലവരാണെന്ന് എപ്പോഴും കരുതുന്നവരാണവർ, അവർ വിധിക്കപ്പെടും. രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ നീട്ടിവെക്കുകയും തങ്ങളുടെ ആത്യന്തിക രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നവർ, അവർ വിധിക്കപ്പെടും. 3-ാമത്തെ ഗ്രൂപ്പ്. 4-ാമത്തെ ഗ്രൂപ്പ്, സഭയിൽ അംഗമായിരിക്കുകയും എന്നാൽ രക്ഷിക്കപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നവർ. അവർക്ക് മതമേ ഉള്ളൂ, ഞാനില്ല, ജസ്റ്റ് റിച്വൽസ് മാത്രം. പേരുണ്ട്, കത്തോലിക്കനാണ്, മാമോദിസ രജിസ്റ്റർ പേരുണ്ട്, ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകത്തുള്ളൂ, പിന്നെ അടുത്ത ഞായറാഴ്ച ഈശോ ഓർക്കത്തുള്ളൂ. അവർക്ക് കാത്തലിസം ഒരു റിലീജിയനാണ്. ഈശോയായിട്ട് യാതൊരു വിധത്തിലുള്ള വ്യക്തിബന്ധവും ഇല്ല. ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ നേരെ ധ്യാന കേന്ദ്രത്തോട്ട് ഓടും. ഈശോയായിട്ട് ഒരു ഇടപാടും അവർക്കില്ല. അങ്ങനെയുള്ളവർ വിധിക്കപ്പെടും. 5-ാമത്തത്, എനിക്കുള്ളവനെങ്കിലും മനഃപൂർവ്വം ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കാത്തവൻ, ഇവരും വിധിക്കപ്പെടും ഈശോ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയും, ഒരു പാപം പോലും ദൈവം അറിയാതെ പോകില്ല. ഒളിച്ചു വെച്ച പാപങ്ങൾ വെളിപ്പെടുത്തപ്പെടും. എല്ലാ പാപികളും തങ്ങളുടെ രഹസ്യ പാപങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യും. ആ ദിവസം അതിൻ്റെ തെളിവും മറുവാദവും ന്യായാസനത്തിൽ നിന്നുള്ള വിധിയും നിങ്ങൾക്ക് നൽകപ്പെടും. ആരുടെയൊക്കെ ജീവിതത്തിൽ ഞാനില്ലയോ, ആരൊക്കെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താതിരിക്കുന്നുവോ അവരെല്ലാം നരകത്തിൽ ആയിരിക്കും ഈശോ പറയുകയാണ്. ഇത് വായിക്കാൻ നമുക്കൊരു കാര്യം മനസ്സിലാവും, എത്രയോ നമ്മൾ മുൻപോട്ട് ആത്മീയതയിൽ പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ആൻറ്റി ക്രൈസ്റ്റ്, 3 days ഓഫ് ഡാർക്ക്നെസ്, പരിശുദ്ധ കുർബാന നിർത്തലാക്കപ്പെടുന്ന കാര്യം, വേൾഡ് ലോക യുദ്ധങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഈ പുസ്തകം തുറന്ന ഉടനെ ഞാൻ കണ്ടൊരു പേജ് ഇതാണ്. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്. ആൻറ്റി ക്രൈസ്റ്റിനെ പറ്റി പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് തിരുവചനത്തിൽ ആക്ച്വലി ദൈവം ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ വചനത്തിന് വ്യാഖ്യാനം നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ വചനത്തിന് വ്യാഖ്യാനം ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ ഇതിലുള്ളത് ഞാൻ പറയുന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. എന്തൊരു ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂട്. ഞാൻ ഇവിടെ കിടന്ന് വേർത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. മെയ് മാസമായിട്ടും ചൂടിന് ഒരു മാറ്റവും ഇല്ല. 26-ാമത്തെ സന്ദേശം ഹെഡിങ് ഇങ്ങനെയാണ്: എതിർ ക്രിസ്തുവിന് നാളുകൾക്ക് ശേഷം. എതിർ ക്രിസ്തു ഭൂമി മുഴുവൻ മേലും അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 3.5 വർഷം അവൻ്റെ ഭരണം ആയിരിക്കും. എതിർ ക്രിസ്തു ഭൂമി മുഴുവനും മേലും അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 3.5 വർഷം അവൻ്റെ ഭരണമായിരിക്കും. അവൻ്റെ മരണം ലോകമെങ്ങും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നോക്കണം, അവൻ്റെ മരണമാണ്, ഭരണമല്ല, അവൻ്റെ മരണം ലോകമെങ്ങും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ഈശോ വന്നിട്ട് അവനെ ഇല്ലാതാക്കി വന്നു. അപ്പം 3.5 വർഷം അവൻ ഭരിക്കും. പിന്നീട് അവൻ മരിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ മരണം ലോകമെങ്ങും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം, ഈ ഭൂമി 45 ദിവസം കൂടി നിലനിൽക്കും. ഈശോ പറയുകയാണ്, വർഷങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്, ദിവസങ്ങൾ എന്നാണ്. ദൈവം ഈ 45 ദിവസങ്ങൾ നൽകുന്നത്. അപ്പോൾ ദൈവം പറയുകയാണ്, ഈ 45 ദിവസം എന്തിനാണ് ദൈവം നൽകാൻ പോകുന്നത് എന്ന്. അത് എതിർ ക്രിസ്തുവിനാൽ വശീകരിക്കപ്പെട്ടവർക്ക് മാനസാന്തരത്തിനുള്ള ഒരവസരമായിട്ടാണ്. നോക്കൂ, ദൈവത്തിൻ്റെ സ്നേഹം നോക്കൂ. ഓൾറെഡി ദൈവം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റിൽ എതിർ ക്രിസ്തുവിൻ്റെ കെണിയിൽപ്പെട്ടവർക്ക് എതിർ ക്രിസ്തുവിൻ്റെ മരണശേഷം ദൈവം 45 ദിവസം കൂടെ ദൈവം തരികയാണ്. ഈശോ പറയുകയാണ്, എന്നാൽ എതിർ ക്രിസ്തു അവർക്കായി അവശേഷിപ്പിച്ചിരിക്കുന്ന സമ്പത്തും സുഖസൗകര്യങ്ങളും അത്ര അധികമായതിനാൽ രാഷ്ട്രങ്ങൾ ഒന്നും തന്നെ വിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെടില്ല. ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല, എങ്കിലും അവർ മനസ്സ് തിരിയുകയില്ല. അപ്പോൾ ഈ 45 ദിവസം എന്ന് ഞാൻ കേട്ട ഉടനെ എൻ്റെ മൈൻഡിൽ വന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്: നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാവും. 1290 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. 1335
1335 നിന്ന് 1290 കുറച്ചാൽ നമുക്ക് ലഭിക്കുക 45 ദിവസമാണ്. അപ്പോൾ 1290 ദിവസത്തേക്ക് നിരന്തര ദഹനബലി നിർത്തലാക്കപ്പെടും. പിന്നീട് ഉള്ള 45 ഡേയ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു. പിന്നീട് 3 days ഓഫ് ഡാർക്ക്നെസ്സിനെ പറ്റിയിട്ട് ഈശോ പറയുന്നുണ്ട്. ത്രിദിന അന്ധകാരം, അതിനകത്ത് പറയേണ്ടത് ത്രിദിന അന്ധകാരത്തിന് മുൻപ് സൂര്യൻ്റെ ഭ്രമണപഥത്തിന് മാറ്റം സംഭവിക്കും എന്നാണ്. അതായത് സൂര്യന് കിഴക്ക് നിന്നും പടിഞ്ഞാറ്, പടിഞ്ഞാറ് നിന്ന് കിഴക്ക്, തെക്ക് നിന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൂര്യൻ ചാഞ്ചാടുന്നത് നിങ്ങൾ കാണും. ആളുകൾ ഞെട്ടി വിറകും. അങ്ങനെ നിരവധി സന്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ അടുത്ത് ഒരു പുസ്തകവും വാങ്ങിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഇതുവരെ ഞാൻ പുസ്തകം പരിചയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ആരും വാങ്ങിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഇത് നിങ്ങൾ വാങ്ങിക്കണം, നിങ്ങളിത് മറ്റുള്ളവർക്ക് കൊടുക്കണം, നിങ്ങളുടെ ബിഷപ്പുമാർക്ക് നിങ്ങളിത് കൊടുക്കണം, നിങ്ങളുടെ വൈദികർക്ക് നിങ്ങളിത് കൊടുക്കണം. നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇംപ്രിമേത്തോറും ഉണ്ട്, നിഹിൽ ഒബ്സ്റ്റാറ്റും ഉണ്ട്. വിശ്വാസപരമായിട്ട് യാതൊരുവിധ തെറ്റുമില്ലെന്ന് അംഗീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. അതുകൊണ്ട് നിങ്ങളിത് വാങ്ങിക്കുക, ഇത് കൊടുക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുകൊണ്ട് നമ്മളും വായിക്കുക. ഉറപ്പാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളോട് നമ്മൾ ദേഷ്യം വെക്കത്തില്ല. ഇങ്ങോട്ട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും നമ്മൾ അനങ്ങാതിരിക്കത്തുള്ളൂ. കാരണം റിയാലിറ്റി, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇതെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പ്രൈവറ്റ് റെവലേഷനാണ്, അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ എടുക്കുക. പക്ഷേ ഞാൻ വളരെ സിമ്പിൾ ഫെയ്ത്തുള്ളൊരു മനുഷ്യൻ, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈശോ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ബിഷപ്പിൻ്റെ അംഗീകാരമുണ്ട്, അതുപോലെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ ഞാൻ എൻ്റെ ലോജിക്കിന് ഉപയോഗിക്കുന്നേയില്ല. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് നീറോ ചക്രവർത്തിയാണെന്നും 666 നീറോ ചക്രവർത്തിയാണെന്നും എതിർ ക്രിസ്തു എന്നൊരു ആശയമാണെന്നൊക്കെ പറയുന്ന വൈദികരുണ്ട്. അപ്പോൾ അവരോടൊന്നും പറയാനില്ല. എനിക്ക് തൽക്കാലം ഈശോ പറയുന്നതേ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് സഭ മീൻസ് അവിടുത്തെ ബിഷപ്പ്, മേഘാലയ ഷില്ലോങ്ങിലെ ബിഷപ്പിൻ്റെ ഇംപ്രിമേത്തോറുള്ള പുസ്തകമാണ്. പിന്നെ അതിനപ്പുറത്ത് നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. അപ്പം ഞാനല്ല ഈ പുസ്തകം വിതരണം ചെയ്യുന്നത്, വേറൊരു വ്യക്തിയാണ്. എനിക്ക് ഇതെല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ വ്യക്തിയെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ വ്യക്തിയെ നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട. പകരം എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കാശ് പ്ലസ് ഡെലിവറി ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അപ്പം ദയവേത് വിളിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കുക. അതുകൊണ്ട് ഒരുപാട് പേര് വിളിക്കും. അപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, അദ്ദേഹം അത് കാണും, മറുപടി തരും. അപ്പോൾ എല്ലാവരും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയേരിപ്പൂസ് എർ ബെനഡിക്ടോസ് ഫ്രുക്ടോസ് വെൻട്രീസ് ടു യേസൂസ് സാങ്താ മരിയ മാതർ ദൈ ഒരാ പ്രൊനോബിസ് പെക്കാത്തോരിപ്പൂസ് നുങ്കെ തിന്നോര മോർത്തിസ് നോസ്ത്രേ ആമേൻ. വിവാ ക്രിസ്തോറേ.